നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ബാങ്കുകളിൽ നിന്ന് ജപ്തി നടപടി നേരിടുന്നവരെയും വന്യമൃഗശല്യം നേരിടുന്നവരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ DMKയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുമെന്ന് PV അൻവർ MLA. കഴിഞ്ഞ ദിവസം ജപ്തി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് കാണാതായ യുവാവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ തന്നെ വന്യമൃഗാക്രമണം മൂലം ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ ബാങ്കുകൾ കൊള്ളയാണ് നടത്തുന്നതെന്നും ഇരുമുന്നണികളും BJPയും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും MLA ആരോപിച്ചു. ഒരു ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, നാടാകെ സഹകരണ ബാങ്കുകൾ കൊള്ള സംഘങ്ങളായി മാറിയിട്ട് മനുഷ്യന് ഗതി കെടുമ്പോഴാണ് ഈ സഹകരണ ബാങ്കിൽ നിന്ന് ആളുകൾ ലോൺ എടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ആശുപത്രി കേസ്, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളെ കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ ഈ ലൈഫ് പദ്ധതിയിലൊന്നും വീട് കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഒരു ഇരിക്കക്കൂര ഉണ്ടാക്കാനൊക്കെയാണ് ഉള്ള പറമ്പ് കൊണ്ടുപോയി പണയം വെച്ച് കാശ് വാങ്ങുന്നത്. പക്ഷെ അതൊരു എന്താ പറയുക, യഥാർത്ഥ കൊള്ളയിലേക്ക് നീങ്ങുകയാണ്. 14, 15, 16% പലിശ, അതിന് മുകളിൽ പിഴപ്പലിശ, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ ബിജു എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ ഇപ്പോൾ ഇന്നലെ ജപ്തിക്ക് ആൾ വരുമെന്ന് പറഞ്ഞപ്പോൾ നാട് വിട്ടതാണ്. അങ്ങനെ ആ കുടുംബം അനാഥമായി വിളിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ വന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയാണ് അവർ ലോൺ എടുത്തിരുന്നത്. അതിപ്പോൾ 3,60,000 അപ്പോൾ സർക്കാരിൽ നിന്ന് അടക്കം കിട്ടിയ വീടാണ്. പഞ്ചായത്തിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കിയ വീടും പറമ്പുമാണ് ജപ്തി ചെയ്യാൻ വരുന്നത്. ഈ 2 വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് നമ്മൾ വലിയൊരു സമരത്തിന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ഏറ്റെടുക്കില്ല. കാരണം അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഈ ബാങ്ക് ഉണ്ട്, അതിന് സംവിധാനമുണ്ട്. അപ്പം കേരളത്തിലെ ഇരു മുന്നണികളും അതുപോലെ തന്നെ BJPയും ഏറ്റെടുക്കാത്ത സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത വിധം 246 ആളാണ് ജപ്തിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ആത്മഹത്യ ചെയ്ത സർക്കാരിൻ്റെ കണക്ക്. ഇനി എത്ര ആൾ ആത്മഹത്യ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീട് ലൈഫ് പദ്ധതിയിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അത് പണയം വെച്ച് അവരുടെ സാഹചര്യവശാൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആ വീണ്ടും ജപ്തി ചെയ്ത് പോകുന്ന ഈ 2 സ്ഥിതികളും കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികൾ, ലക്ഷക്കണക്കിന് കോടിയാണ് എഴുതി തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലൊക്കെ വന്ന കണക്ക് 5 ലക്ഷം കോടിയിലധികം രൂപ ബാങ്ക് ലോണുകൾ വിവിധ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ എഴുതി തള്ളി കൊടുക്കുമ്പോഴാണ് ഈ 50,000, 1 ലക്ഷവും ഗതി കെട്ടിട്ട് മനുഷ്യൻ ലോൺ എടുത്താൽ അവരിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ്. അപ്പോൾ സർഫാസി ആക്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിരുദ്ധമായി സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് പരസ്പര സഹായ സഹകരണ സംഘം, ഇതാണ് അതിൻ്റെ പേര്. മനുഷ്യനെ ഗ്രാമീണ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുണ്ടാക്കിയ ചെറിയൊരു സംവിധാനമാണ് ഈ സഹകരണ സംവിധാനം. അതിന്ന് മാറി ഇവിടുത്തെ വലിയ കോർപ്പറേറ്റ് ബാങ്കുകളോട്, ഇൻ്റർനാഷണൽ ബാങ്കുകളോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ എയർ കണ്ടീഷനും സൗകര്യങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും, പ്രസിഡന്റും സെക്രട്ടറിയും വലിയ വാഹനങ്ങളും, ഇവർക്ക് വലിയ ശമ്പളം, TADA, ഇതൊക്കെ ആരെടുത്താണ് എടുക്കുന്നത്? 5%, 6% സഹകരണ ബാങ്കിലെ പലിശ. അതിന്ന് ഈ 14, 15% ആക്കിയിട്ട് സമ്പന്നരായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ ബാങ്കുകളുടെ അതേ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ട് ഈ പാവങ്ങളെ ചോര ഇങ്ങനെ ഊറ്റി കുടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതാണ്. അപ്പോൾ ഈ 2 വിഷയവും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ DMKയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ടു തിരുവനന്തപുരം കേരളത്തിലെ ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരണം. വന്യമൃഗശല്യം ഒരു നിവൃത്തിയില്ല. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Teddy Baby Diaper and Pants made for Indian baby body type.